നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. നമ്മുടെ ലോകത്തിന്റെ ഏത് ഭാഗത്തേക്ക് പോയാലും അവിടെയൊക്കെ തന്നെ ഇന്ത്യക്കാരുണ്ടാകുമെന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. മലയാളികളാണെങ്കിലും ധാരാളമായിട്ടുള്ള ആളുകൾ പല കോണുകളിലും ജോലി ചെയ്യുന്നുണ്ട്. കുടുംബവുമായി സെറ്റിൽഡ് ആയിട്ട് അവിടെ താമസിക്കുന്നവരുണ്ട്, പഠിക്കാനായിട്ട് പോകുന്നവരുണ്ട്. അങ്ങനെ പല ഭാഗങ്ങളിലും നമ്മൾ ഇന്ത്യക്കാർ ചിതറിക്കിടക്കുന്നുണ്ട്. പക്ഷേ വിദേശ രാജ്യങ്ങളിൽ പോയി ഇന്ത്യക്കാരെ നാണം കെടുത്തുന്ന വിധത്തിൽ പെരുമാറുന്ന ചില ഇന്ത്യക്കാരുമുണ്ട്. ഒരുപക്ഷെ ഒരാളുടെ പ്രവൃത്തി മതി മറ്റുള്ള ആളുകളെയൊക്കെ തന്നെ, അവിടെ ജീവിക്കുന്ന ആളുകളെയൊക്കെ തന്നെ മുഴുവനായിട്ടും നാണം കെടുത്താൻ, അല്ലെങ്കിൽ അവർക്കും കൂടി അവിടെയുള്ള ഒരു ബഹുമാനവും വിലയും ഒക്കെ തന്നെ കളയാനായിട്ട് അത്തരത്തിലുള്ള ചില ആളുകളുടെ പ്രവർത്തികൾ മാത്രം മതി. ഇത്തരക്കാർ രാജ്യത്തിന് തല കുനിക്കേണ്ട ചില കാര്യങ്ങളാണ് ഒപ്പിക്കാറ്. സോഷ്യൽ മീഡിയ കാലത്ത് ഇത്തരം സംഭവങ്ങൾ പതിവാണ് താനും. ഈ പശ്ചാത്തലത്തിൽ വിദേശ രാജ്യങ്ങളിലെ ഇന്ത്യൻ പൗരന്മാർ അതാത് രാജ്യങ്ങളിലെ നിയമങ്ങൾ പാലിക്കണമെന്ന ആവശ്യവുമായി കേന്ദ്ര സർക്കാർ രംഗത്ത് വന്നു. യുഎസിലെ ആഡംബര കടയിൽ നിന്ന് നിരവധി സാധനങ്ങൾ മോഷ്ടിക്കാൻ ശ്രമിച്ച ഇന്ത്യൻ യുവതിയെ പോലീസ് കസ്റ്റഡിയിലെടുത്ത വൈറൽ വീഡിയോയ്ക്ക് പിന്നാലെയാണ് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം മുന്നറിയിപ്പുമായി രംഗത്ത് വന്നത്. ഒരാൾ ഏതെങ്കിലും രാജ്യത്ത് താമസിക്കുമ്പോൾ അവർ ആ രാജ്യത്തെ പൗരനായാലും വിദേശ പൗരനായാലും അവിടുത്തെ നിയമങ്ങൾ പാലിക്കേണ്ടത് അവരുടെ ഉത്തരവാദിത്തമാണ്. നമ്മുടെ ആളുകൾ വിദേശത്തേക്ക് പോകുമ്പോഴെല്ലാം ആ രാജ്യത്തെ നിയമങ്ങളെ ബഹുമാനിക്കാനും പിന്തുടരാനും ഞങ്ങൾ അവരോട് ആവശ്യപ്പെടാറുണ്ട്. അതുവഴി അവർക്ക് നല്ല പ്രതിച്ഛായ കെട്ടിപ്പടുക്കാനും അതിലൂടെ നമ്മുടെ രാജ്യത്തിന്റെ പ്രതിച്ഛായ വർദ്ധിപ്പിക്കാനും സാധിക്കും. വിദേശകാര്യ മന്ത്രാലയത്തിന്റെ വക്താവ് രൺധീർ ജയ്സ്വാൾ പറഞ്ഞു. യുഎസിലെ ഇല്ലിനോയിലുള്ള ടാർഗറ്റ് സ്റ്റോറിൽ മോഷണം നടത്തിയെന്ന് ആരോപിച്ചാണ് ടൂറിസ്റ്റ് വിസയിലെത്തിയ ഇന്ത്യൻ യുവതി അറസ്റ്റിലായത്. സ്റ്റോറിൽ 7 മണിക്കൂറിലധികം സമയം ചിലവഴിച്ച ഇവരെ സംശയാസ്പദമായ പെരുമാറ്റത്തെ തുടർന്നാണ് ജീവനക്കാർ നിരീക്ഷിച്ചത്. തുടർന്നാണ് ഏകദേശം $1300 വിലമതിക്കുന്ന, അതായത് ഏകദേശം ഒരു 1 ലക്ഷത്തിലധികം ഇന്ത്യൻ രൂപ വിലമതിക്കുന്ന സാധനങ്ങൾ യുവതി മോഷ്ടിച്ചതായി അധികൃതർ അറിയിച്ചത്. ടാർഗറ്റ് സ്റ്റോറിലെ ജീവനക്കാരൻ യുവതിയെ ദീർഘനേരം നിരീക്ഷിക്കുന്നതായും സാധനങ്ങൾ മോഷ്ടിക്കാൻ ശ്രമിച്ചതായും ആരോപിക്കുന്ന ദൃശ്യങ്ങൾ സ്ഥലത്തെത്തിയ പോലീസ് ഉദ്യോഗസ്ഥരുടെ ബോഡി ക്യാമിൽ പതിഞ്ഞിട്ടുണ്ട്. ഇവരുടെ വീഡിയോ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായി. യുവതി സാധനങ്ങൾക്ക് പണം നൽകാമെന്ന് പോലീസിനോട് പറയുന്നുണ്ട്. പിടിക്കപ്പെട്ടതോടെ എടുത്ത സാധനങ്ങൾക്ക് പണം നൽകാമെന്നും പോലീസുമായി പ്രശ്നം പരിഹരിക്കാമെന്നും സ്ത്രീ പറഞ്ഞു. ഇന്ത്യയിൽ സാധനങ്ങൾ മോഷ്ടിക്കാൻ നിങ്ങൾക്ക് അനുവാദമുണ്ടോ? എങ്കിൽ അങ്ങനെ തോന്നുന്നില്ല, സ്ത്രീയെ ചോദ്യം ചെയ്യുന്നതിനിടയിൽ വനിതാ പോലീസ് ഉദ്യോഗസ്ഥർ ചോദിച്ചു. പിന്നീട് ഇവരെ വിലങ്ങണിയിച്ച് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്നതാണ് വൈറലായ ദൃശ്യങ്ങളിൽ കാണുന്നത്. ഈ സംഭവത്തിന് പിന്നാലെ യുഎസിലെത്തുന്നവർ രാജ്യത്തെ വിസ നിയമങ്ങൾ ലംഘിച്ചാൽ ഇനി മുതൽ കനത്ത പ്രത്യാഘാതങ്ങളായിരിക്കും നേരിടേണ്ടി വരികയെന്നും ഇന്ത്യൻ എംബസിയും മുന്നറിയിപ്പ് നൽകിയിരുന്നു. ആക്രമണം, കവർച്ച എന്നിവ നടത്തുന്നത് വിസ റദ്ദാക്കാൻ ഇടയാക്കുമെന്നും എംബസി അറിയിച്ചിട്ടുണ്ട്. ക്രിമിനൽ കുറ്റങ്ങളിൽ ഏർപ്പെടുന്നവർക്കും ഭാവിയിൽ യുഎസ് വിസകൾക്ക് വിലക്ക് നേരിടേണ്ടി വരുമെന്നും യുഎസിലേക്ക് പ്രവേശിക്കുന്നത് തടയുമെന്നാണ് ഇന്ത്യയിലെ യുഎസ് എംബസി വ്യക്തമാക്കുന്നത്. അമേരിക്കയിലെത്തുന്ന വിദേശ സന്ദർശകർ രാജ്യത്തെ നിയമങ്ങൾ കർശനമായി പാലിക്കണമെന്നും എംബസി അഭ്യർത്ഥിച്ചിട്ടുണ്ട്. ചില ആളുകളുടെ പ്രവൃത്തിയാണ് ഇപ്പോൾ മറ്റുള്ള ആളുകളെ കൂടി, ഇന്ത്യയിൽ നിന്നുള്ള മറ്റുള്ള രാജ്യങ്ങളിൽ താമസിക്കുന്ന ആളുകളെ കൂടി അക്ഷരാർത്ഥത്തിൽ നാണക്കേടുണ്ടാക്കിപ്പിക്കുന്നത്.